നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. കഴിഞ്ഞ ദിവസം ഞാൻ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആർമി സെലക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ആർമിയിലേക്ക് ഉള്ള ഒരു എൻട്രി കിട്ടാൻ അഗ്നിവീർ പ്രോജക്റ്റിലേക്ക് അഗ്നിപഥ് ഇതിൻ്റെ ഭാഗമായി ഒരു സെലക്ഷൻ കിട്ടാനുള്ളൊരു അവസരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ഇന്ത്യൻ നേവി തുല്യമായിട്ടുള്ളൊരു അവസരത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്. അഗ്നിവീർ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ 4 വർഷത്തെ സൈനിക സേവനം അല്ലെങ്കിൽ 4 വർഷത്തെ ഇന്ത്യൻ നേവിയിലെ ഒരു പ്രവർത്തനം. അപ്പോൾ ഇത് ഏറ്റവും മികച്ച ഒരു അവസരമാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളൊരു നേവി ജോലി നോക്കുന്നവരാണ് എങ്കിൽ, അതുപോലെ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഏതെങ്കിലും കഴിഞ്ഞ് നിങ്ങൾ ഒരു നേവി ഓപ്പർച്യൂണിറ്റി നോക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് മികച്ചൊരു അവസരമാണ് ഈ അഗ്നിവീർ പദ്ധതി ഇന്ത്യൻ നേവി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ നേവിയിൽ അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 രീതിയിലുള്ള റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. അതായത് മെട്രിക് റിക്രൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10th കഴിഞ്ഞ്, അതായത് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞവർക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അവസരമാണ്. അത് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം എന്നൊരു പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. മുൻകാലങ്ങളിൽ ഇത്തരം അവസരങ്ങൾ പലതും പെൺകുട്ടികൾക്ക് ലഭ്യമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ അഗ്നിവീർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള അവസരങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. അപ്പോൾ ഇതിനകത്ത് മെട്രിക് റിക്രൂട്ട് എന്ന് പറഞ്ഞാൽ അത് 10ാം ക്ലാസ് കഴിഞ്ഞവർക്കാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ +2 കഴിഞ്ഞവർക്കും 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്കുമുള്ള SSR സീനിയർ സെക്കൻഡറി റിക്രൂട്ട് എന്ന് പറയുന്ന പ്രോജക്റ്റും ഇതിനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെട്രിക് റിക്രൂട്ട് അല്ലെങ്കിൽ MR, അതിനോടൊപ്പം തന്നെ SSR, അതായത് സീനിയർ സെക്കൻഡറി റിക്രൂട്ട്. അപ്പോൾ ഇത് രണ്ടിലേക്കുമുള്ള അപേക്ഷകളാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ ഇതിന് എന്തൊക്കെ എലിജിബിലിറ്റി വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത, മെട്രിക് റിക്രൂട്ടിന് നിങ്ങൾ 50% മാർക്കോട് കൂടിയുള്ള ഒരു 10ാം ക്ലാസ് വിജയം നിങ്ങൾക്കുണ്ടായിരിക്കണം. 10ാം ക്ലാസ് ജയിച്ച ഒരാളാണ് 50% മാർക്കുമുണ്ടെങ്കിൽ മെട്രിക് റിക്രൂട്ടിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് അല്ലാതെ SSR അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി റിക്രൂട്ട്, SSR എന്ന് പറയുന്നത് സീനിയർ സെക്കൻഡറി റിക്രൂട്ട് എന്ന് പറയുന്നതിൽ തന്നെ നമുക്കറിയാം അത് +2 അല്ലെങ്കിൽ തുല്യതയുള്ള ആൾക്കാർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 50% മാർക്കോട് കൂടി മാത്സും ഫിസിക്സും ഉൾപ്പെടുന്ന ഒരു +2 നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഒരു 3 ഇയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവരാണ് എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 10ാം ക്ലാസ്സിന് ശേഷം 3 ഇയർ ഡിപ്ലോമയ്ക്ക് പോയവരാണ് എങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാമെന്ന് അർത്ഥം. അതുമല്ലെങ്കിൽ ഫിസിക്സും മാത്സും ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു 2 ഇയർ വൊക്കേഷണൽ കോഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോലെയുള്ള ഫിസിക്സും മാത്സുമുള്ള സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ച് അത്തരത്തിലുള്ളൊരു ഹയർ സെക്കൻഡറി കംപ്ലീറ്റ് ചെയ്തവരാണ്. ഈ വർഷം +2ൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും ഇതിന് അപേക്ഷിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നേവൽ ജോബ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 157 സെൻറ്റിമീറ്റർ ഉയരം, വ്യക്തമായ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള കാഴ്ചശക്തി, കണ്ണട ധരിക്കാതെ തന്നെ ഒരു ഫുൾ വിഷൻ ഉള്ളവർക്കേ അപേക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാഴ്ചശക്തി നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്ന് ഉറപ്പാക്കുക. 157 സെൻറ്റിമീറ്റർ ഉയരം എങ്കിലും ഉണ്ട് എന്നതും ഉറപ്പാക്കിയിരിക്കുക. ഇനി ഏജിൻ്റെ കാര്യം ഞാനൊന്ന് വ്യക്തമാക്കാം. 2004 സെപ്റ്റംബർ 1-നും 2008 ഡിസംബർ 31-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ 2 ഡേറ്റുകളും ഉൾപ്പെടെയാണ്. അതായത് 2004 സെപ്റ്റംബർ 1-ഉം 2008 ഡിസംബർ 31 ഈ ഡേറ്റ് ഉൾപ്പെടെ അതിനിടയ്ക്ക് ജനിച്ച എല്ലാവർക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. 1ാം ഘട്ടത്തിൽ ഒരു കോമൺ സംഭവമാണ് INET, ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ്. INET 2025 മെയ്യിലായിരിക്കും നടക്കുക. ഈ ആപ്ലിക്കേഷനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞ് മെയ് മാസത്തിൽ INET പരീക്ഷ നടക്കും. ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് നടക്കും. അത് ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. അതിനകത്ത്
കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ പൊതുവിജ്ഞാന മേഖലകളിൽ നിന്ന് കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള 10ാം ക്ലാസ്സിൻ്റെ സ്റ്റാൻഡേർഡ് വരുന്ന പരീക്ഷ ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പോൾ 50 ചോദ്യങ്ങളുണ്ടാവും. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. തെറ്റായിട്ടുള്ള ഉത്തരത്തിന് 4ൽ 1 എന്ന കണക്കിൽ ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. അതായത് ക്വാർട്ടർ മാർക്ക് നഷ്ടപ്പെടും. ഒരു ശരി ഉത്തരത്തിന് 1 മാർക്ക് ലഭിക്കും, ഒരു തെറ്റുത്തരത്തിന് 1/4 മാർക്ക് നഷ്ടപ്പെടും എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ടെസ്റ്റിൻ്റെ രീതി. 30 മിനിറ്റ് സമയമുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും. ഇതിനെ നമുക്ക് ഐനെറ്റ് ടെസ്റ്റിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ഇതിനകത്തുനിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ളവർ 2ാം ഘട്ടത്തിൽ ഒരു ടെസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിലേക്ക് പോകും. അതിനു മുമ്പായിട്ട് ഒരു 1ാം ഘട്ടത്തിലെ ഐനെറ്റ് ടെസ്റ്റിൽ നിന്നും നിങ്ങളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കും. അത് ഓരോ സ്റ്റേറ്റ് വൈഡ് ആയിട്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. കേരളം, തമിഴ്നാട്, കർണാടക ഓരോ സംസ്ഥാനങ്ങൾക്കും ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് തിരിച്ചിട്ട് അതിനെ 3 ബാച്ചാക്കി അവരങ്ങ് തിരിക്കും. അങ്ങനെ 3 ബാച്ചായിട്ടായിരിക്കും ഈ 2ാമത്തെ ഘട്ടം വരിക. അപ്പോൾ അതിനകത്തുള്ള ഇൻ്റർവ്യൂ, വീണ്ടും ഒരു ടെസ്റ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ്, നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ്, ഇതെല്ലാം പരീക്ഷിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അതായത് ഹിന്ദി ഓപ്റ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. മറ്റ് സംസ്ഥാനങ്ങളെ ഉദ്ദേശിച്ചാണ്. നമ്മൾക്ക് മലയാളികളെ സംബന്ധിച്ച് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് ഈ കായികക്ഷമതാ പരിശോധന അത്തരം കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 1ാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് പാക്കേജുമായി, സാലറിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഇത് അഗ്നിവീർ പ്രോജക്റ്റ് ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ 4 വർഷമാണ് നിങ്ങളുടെ ഈ തൊഴിൽ കാലാവധി. അല്ലെങ്കിൽ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ 4 വർഷത്തേക്കായിരിക്കും ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. പക്ഷേ പലരും പറയാറുള്ളത് പോലെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്, 4 വർഷമല്ലേ, അത് കഴിഞ്ഞ് ഞാൻ എന്ത് ജോലി നോക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമൊന്നുമില്ല. കാരണം ഇത് കഴിഞ്ഞ് നല്ലൊരു പാക്കേജ് നിങ്ങൾക്ക് ഒരു സേവ്ഡ് പാക്കേജ്, അല്ലെങ്കിൽ നിർബന്ധിതമായി തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്ന ഒരു പാക്കേജുമായി ആയിരിക്കും നിങ്ങൾ പുറത്തിറങ്ങുക. ഏതാണ്ട് 10 ലക്ഷത്തിന് മുകളിൽ ഒരു തുക ലംസമായിട്ട് ഒരുമിച്ച് തന്നെ 4ാം വർഷം പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ ഇന്ത്യൻ നേവിയിലെ ഒരു 4 വർഷം എക്സ്പീരിയൻസ്, അതിലൂടെ നിങ്ങൾക്ക് ഭാവിയിൽ മറ്റ് പല സ്ഥാപനങ്ങളിലും ഒക്കെ ജോലിക്ക് ചെല്ലുമ്പോഴാണെങ്കിലും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജും അവിടെ കിട്ടും. ശമ്പള പാക്കേജിനെ കുറിച്ച് പറഞ്ഞാൽ 30,000 രൂപ 1ാം വർഷം, 2ാം വർഷം 33,000, 3ാം വർഷം 36,500, 4ാം വർഷം 40,000. ഇതായിരിക്കും അതിൻ്റെ ഒരു പാറ്റേൺ എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് കൂടാതെ ഏതാണ്ട് 48 ലക്ഷം രൂപയുടെ നോൺ കോൺട്രിബ്യൂട്ടറി ഇൻഷുറൻസും ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ പണം അടച്ചുള്ളതല്ലാതെ സർക്കാരായി നിങ്ങൾക്ക് തരുന്ന ഏതാണ്ട് 48 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. ഇനി ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൽ കയറി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിൽ തന്നെ ഡേറ്റും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. ഫോട്ടോ എടുത്ത ഡേറ്റ് പതിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് പ്രിൻ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ആ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. join.indiannavy.gov.in എന്ന വെബ്സൈറ്റിൽ ഈ പ്രോജക്റ്റ് അഗ്നിവീർ സെലക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൽ കയറി നിങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഏപ്രിൽ 10-ാം തീയതിയാണ്. അപ്പോൾ ഏപ്രിൽ 10, 2025 നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ത്യൻ നേവിയിലെ ഒരു ജോലി നിങ്ങളുടെ ഒരു സ്വപ്നമാണെങ്കിൽ, ഒരു 4 വർഷം സർവീസിന് ശേഷം പുറത്തിറങ്ങി മറ്റ് സിവിലിയൻ ജോലിയിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നിങ്ങളെ ആ ലെവലിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഗ്രൂം ചെയ്ത് ഈ 4 കൊല്ലം കൊണ്ട് എടുക്കുകയും ചെയ്യും. ഏതാണ്ട് 10 ലക്ഷം രൂപ 4ാം വർഷം ഇറങ്ങുമ്പോൾ സേവിങ്സോടുകൂടി മറ്റൊരു ജോലി ചെയ്താലും നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലപ്പോഴും നിർബന്ധിതമായി ഇത്തരത്തിലൊരു സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ നമ്മൾ ചിലവാക്കി പൊടിച്ച് തീർക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു 19 വയസ്സുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ ഒരു 23-24 വയസ്സിൽ നിങ്ങൾ അഗ്നിവീർ പ്രോജക്റ്റ് വിട്ട് 24-25 വയസ്സിൽ പുറത്തിറങ്ങുമ്പോൾ ഒരു 10 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും കൂടെ സേവിങ്സ് ആയിട്ട്, അതിനോടൊപ്പം ഇന്ത്യൻ നേവിയിലെ ഒരു 4 വർഷം എക്സ്പീരിയൻസും ചെറിയൊരു കാര്യമല്ല. അപ്പോൾ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഏപ്രിൽ 10 മുമ്പ് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന് ലൈക്കൊക്കെ അടിച്ച് ഒന്ന് സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടേക്കാം എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, അവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.